ഹലോ കൂട്ടുകാരെ, കൂന്തൽ കുടമ്പുളി ഇട്ട് റോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? എന്നാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുടമ്പുളി ഇട്ട് കൂന്തൽ തയ്യാറാക്കണം നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് നമ്മൾ കൂന്തലൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളായിട്ട് എടുക്കുക. നമ്മൾ കൂന്തൽ വൃത്തിയാക്കാൻ അറിയാത്തവർ ഞാൻ കൂന്തൽ വൃത്തിയാക്കുന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കൂന്തലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 കഷ്ണം കുടംപുളിയാണ്, വലിയ കുടംപുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കൂന്തലൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അതിനുശേഷം നമ്മൾ പുളിയൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആ പുളി എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഓവർ പുളിയായി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് വേറെ ആയി പോകും. ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് ആവത്തില്ല. അപ്പോൾ കുടംപുളി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ കൂന്തൽ വേവിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉള്ളിയും കുറച്ച് സവാളയും പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അത് നല്ലതുപോലെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു അര കൈപ്പിടി ഒരു ഇച്ചിരി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്താണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്ന ഗരം മസാലയാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പൊടിയുടെ ഒരു പച്ചമണം മാറട്ടെ, അതുവരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴണ്ടി വരണം. അതുവരെ നല്ലതുപോലെ നമുക്കൊന്ന് നല്ലൊരിതായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്നുകൂടെ നല്ല സ്മാഷായി വരാൻ വേണ്ടി എടുക്കണം. അപ്പോൾ സാധാരണ വെള്ളത്തിലെടുക്കുന്നത് നമ്മുടെ കൂന്തൽ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം നല്ലതുപോലെ ഉണ്ട്. ആ വെള്ളമാണ് ഇട്ടെടുക്കുന്നത്, വേറെ വെള്ളം ഒന്നും എടുക്കുന്നില്ല. കൂന്തൽ വേവിച്ച വെള്ളം നല്ലതുപോലെ അതിനകത്തുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കണം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് അതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ തക്കാളിയൊക്കെ നല്ല സ്മാഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂന്തലൊക്കെ നല്ല കുടംപുളിയുടെയൊക്കെ ഒരു നല്ല മണം വരുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുടംപുളിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ കൂന്തലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ തക്കാളിയും സവാളയും കൂന്തലും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കുടംപുളി ഇട്ട കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമുണ്ട്. വളരെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.